ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വയലറ്റ് കളർ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ വലുപ്പത്തിലുള്ള ഒരു വയലറ്റ് ക്യാബേജ് ആണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു വെജിറ്റബിൾ ആണ് വയലറ്റ് ക്യാബേജ്. ഫൈബർ റിച്ച് ആയതിനാൽ ദഹനത്തിനും ഒരുപാട് വയറിന്റെ പ്രശ്നങ്ങൾക്കും ഇത് വളരെ നല്ലതാണ്. ആന്റി ഓക്സിഡൻസ് നീർക്കെട്ടിനും പിന്നെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, വൈറ്റമിൻ B6 പിന്നെ മിനറൽസും അടങ്ങിയിട്ടുള്ള ഒരു നല്ലൊരു വെജിറ്റബിൾ ആണ് വയലറ്റ് ക്യാബേജ്. നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. നമുക്ക് ഈ അരിഞ്ഞു വെച്ച ക്യാബേജ് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത് നല്ലോണം വെള്ളത്തിൽ ഡിപ്പായി കിടക്കണം. ഇനി നമുക്കിതൊരു കുറച്ച് നേരം അടച്ചു വെക്കാം. അതായത് ഒരു 10 മിനിറ്റോളം നമുക്കിത് അടച്ചു വെക്കാം. ഇനിയിപ്പോൾ നമ്മളിത് അരിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത്. കണ്ടതുപോലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇത് രണ്ടും കളയരുത്. ഇത് രണ്ടും നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമുള്ളതാണ്. ഇപ്പൊ ഞാൻ നന്നായി അരിഞ്ഞൊരു ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിയ ഗ്രീൻ പീസ് ആണ്. ഇനി നമ്മൾ ഈ 3 കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോവാണ്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി 2 കപ്പ് ബസ്മതി റൈസ് 10 മിനിറ്റ് നേരത്തേക്ക് കുതിർത്താൻ വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുതിർത്തി ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നല്ല വൃത്തിയായിട്ട് അരി കഴുകിയിരിക്കണം. കാരണം കുതിർത്തി ഇട്ട ശേഷം നമ്മൾ കഴുകാൻ നോക്കിയാൽ അരി പൊട്ടി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മളിവിടെ 4 തവണ കഴുകിയെടുത്ത അരി വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഈ ബിരിയാണി തയ്യാറാക്കാനായിട്ട് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കിയാലോ. അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, കറുവപ്പട്ട, 2 ഏലക്ക, കുറച്ച് കറിയാമ്പൂ. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങൾ: കുറച്ച് മല്ലിയില, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 കതിര് വേപ്പില, ഒരു വലിയ സവാള, ഒരു ചെറിയൊരു തക്കാളി, 6 പൊറ്റ് വെളുത്തുള്ളി, ഒരു പച്ചമുളക്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിനായി ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി പാൻ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണയായാലും നെയ്യായാലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നെയ്യാണെന്ന് മാത്രം. ഇപ്പോൾ നെയ്യ് ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്ക് വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മുന്തിരി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഉണക്കമുന്തിരി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, മുന്തിരി നല്ലോണം ഉയർത്ത് വന്നിട്ടുണ്ട്. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പാകമായി നമുക്ക് മനസ്സിലാവുക. ഇനി നമുക്ക് മുന്തിരി എടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള 3 കൂട്ടം ഇതിലേക്ക് ചേർത്ത് വറുത്തെടുക്കാം. ഈ 3 കൂട്ടവും നന്നായി വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സബോള ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി നമുക്കത് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് അല്പം കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു തരി പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി വഴറ്റി കിട്ടാനും സവാള കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ടിരിക്കാനായിട്ടാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചുള്ളത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞങ്ങൾ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന വേപ്പിൻ്റെ ഇലയാണ്. അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നാടൻ വേപ്പില പലപ്പോഴും കിട്ടിയപ്പോൾ ഞങ്ങൾ പല മെത്തേഡും വഴി പ്രിസർവ് ചെയ്യാനായിട്ട് നോക്കി. പക്ഷേ പല മെത്തേഡ് നമ്മൾ നോക്കുമ്പോൾ വേപ്പിലയുടെ ഒരു ടേസ്റ്റിലൊരു വ്യത്യാസം നമ്മൾക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മെത്തേഡാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയത്. നമുക്ക് വേപ്പില അത്രയും ഫ്രഷായിട്ടും ഒരു ടേസ്റ്റ് മാറാത്ത രീതിയിൽ നമുക്ക് കിട്ടാനായിട്ട് ഈ മെത്തേഡ് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചെറുതായി എരിഞ്ഞതൊന്നും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാളയൊക്കെ നന്നായി ഒന്ന് വഴന്ന് വന്നപ്പോൾ നമുക്ക് നല്ല മണം വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലെ ഉപ്പിൻ്റെ അളവ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെള്ളത്തിൽ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു അല്പം ഉപ്പ് ഒന്ന് കൂടി നിൽക്കണം.
ഇപ്പോൾ ഇതാ ഞങ്ങളുടെ ഒരു അളവിൽ ഉപ്പ് അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ നന്നായി ഇത് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വാലാൻ വെച്ചിരുന്ന അരി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഒരു വലിയ ടീസ്പൂൺ ചെറുനാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാബേജിൻ്റെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ക്യാബേജിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഒന്നും കൂടെ നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വയ്ക്കാം. അതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ്, അതുപോലെ ക്യാരറ്റ്, ഗ്രീൻ പീസ് എന്നിവ 3 നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ക്യാബേജും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊക്കെ ഒന്ന് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മുടെ റൈസ് ഒരു വയലറ്റ് ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. നമുക്കിതുപോലെ ഒന്ന് മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. ഇപ്പോൾ നോക്കൂ, നമ്മളത് പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും അല്പം മല്ലിയിലും കൂടെ ചേർത്തിട്ടാണ് നമ്മളിവിടെ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിത് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സോ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.